Divisional Accountant Officer, Part 4, Introduction to Accounting, Question Discussion. Question number 63. Bookkeeping is concerned with option A, analysis of transaction, option B, recording of transaction, option C, classification of transaction, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ബുക്ക് കീപ്പിംഗ് ഈസ് കൺസേൺഡ് വിത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അറിയാം, റെക്കോർഡിംഗ് ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. അനാലിസിസ് ഓഫ് റെക്കോർഡഡ് ഡേറ്റ ടു ബ്രിങ് എൻട്രീസ് ഓഫ് സിമിലർ നേച്ചർ ഇൻ വൺ പ്ലെയിൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ അനാലിസിസ്, ഓപ്ഷൻ ബി സമ്മറൈസിങ്, ഓപ്ഷൻ സി ക്ലാസിഫൈങ്. ഇതിൽ ആൻസർ എന്താ പറയുന്നത്? സിമിലർ നേച്ചർ നമ്മൾ കണ്ടു. സിമിലർ നേച്ചർ ഓഫ് ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ ക്ലാസിഫൈയിങ് എന്നാണ് പറയുന്നത്. സിമിലർ നേച്ചർ, ഗ്രൂപ്പ് ഓഫ് സിമിലർ നേച്ചർ ഡേറ്റാസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആൻസർ. 65 ക്വസ്റ്റ്യൻ നമ്പർ. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന റെക്കോർഡിംഗ്, ബി ക്ലാസിഫൈയിങ്, സി സമ്മറൈസിങ്, ഡി ഡിഫറൻഷിയേറ്റിംഗ്. നമ്മൾ കാണുമ്പോൾ അറിയാം ഒരു സ്റ്റെപ്സ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്സാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയുണ്ട്? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇതിൽ നമുക്ക് വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡിഫറൻഷിയേറ്റിംഗ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തേതിൽ ഓപ്ഷൻ എ ഡെറ്റേഴ്സ്, ബി സ്റ്റോക്ക്, സി ക്രെഡിറ്റേഴ്സ്, ഡി ബിൽഡിങ്. അപ്പോൾ ഇതും നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഒരു നേച്ചർ പോകുന്നുണ്ട്. അതിനകത്തൊരു ഒരു അസറ്റിൻ്റെ ഒരു നേച്ചറുണ്ട്. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽഡിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ക്രെഡിറ്റേഴ്സ് ഒരു അസറ്റായിട്ട് വരുന്നില്ല. അപ്പം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ക്രെഡിറ്റേഴ്സ്. അടുത്ത മൂന്നാമത്തേൽ എ ക്രെഡിറ്റേഴ്സ്, ബി ബാങ്ക് ബാലൻസ്, ഓപ്ഷൻ സി ബാങ്ക് ഓഡി മീൻസ് ഓവർ ഡ്രാഫ്റ്റ്, ഡി വേജസ് പേയബിൾ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പേയ്മെൻറ്റ് നേച്ചറിലാണ് കാണിക്കുന്നത്. അതിൽ ഒരു ബി മാത്രം ബാങ്ക് ബാലൻസ് ആണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കാമെങ്കിൽ അത് തിരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. വേജസ് പേയബിൾ, നമ്മൾ വേജ് എന്ത് ചെയ്യണം? നമുക്ക് പേ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ബാങ്ക് ബാലൻസ് മാത്രം ഒരു കറണ്ട് അസറ്റാണ്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബാങ്ക് ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 66. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് പറയേണ്ടത്. ഒന്നാമത്തേത് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ പേയിങ് സാലറി ആസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസസിന് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? എമൗണ്ട് സ്പെൻഡ് ഫോർ പേയിങ് സാലറി. അതെ, നമ്മൾ സാലറി പേ ചെയ്യുന്നത് നമുക്കൊരു എക്സ്പെൻസസ് ആണ്. സോ അതൊരു എക്സാമ്പിളാണ് എക്സ്പെൻസസിന്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സെക്കൻഡ്, ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ശരിയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ഒരു എമൗണ്ട് സ്പെൻഡ് ഫോർ പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടി എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. മൂന്നാമത്തത് റെസിപ്റ്റ് ഫ്രം സെയിൽസ് ആർ റവന്യൂ എക്സ്പെൻസ്. അപ്പം നമുക്കൊരു സെയിൽ നടത്തി റെസിപ്റ്റ് കിട്ടി, അതൊരു റവന്യൂ എക്സ്പെൻസസ് ആണെന്നാണ് പറയുന്നത്. ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മൾ സെയിൽ നടത്തുമ്പോൾ റെസിപ്റ്റ് കിട്ടിയാൽ അതൊരു റവന്യൂ എക്സ്പെൻസസ് ആണ്. നാലാമത്തത് സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഫിക്സഡ് അസറ്റ്. ഇപ്പം നമുക്ക് ഓരോ ഐറ്റംസിൻ്റെ നേച്ചർ നോക്കുമ്പോൾ അറിയാം. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണോ? അല്ല. ഒരു ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഷോർട്ട് പീരീഡിനുള്ളിൽ അത് വിറ്റ് പോകും. ഡെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് പീരീഡിനുള്ളിൽ പൈസ കൊടുത്തു വിടണം. പൈസ കിട്ടും നമുക്ക്. ഷോർട്ട് പീരീഡിനുള്ളിൽ അവർ പേയ്മെൻറ്റ് ചെയ്തിരിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു കറണ്ട് അസറ്റായിട്ടേ വരുള്ളൂ, ഫിക്സഡ് അസറ്റ് വരില്ല. ഒരു ഫ്ലോട്ടിംഗ് നേച്ചറാണ്. കാരണം വിത്തിൻ എ ഇയറിനുള്ളിൽ അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഓർ വാല്യുബിൾ ഓൺഡ് ബൈ എ ബിസിനസ് ഈസ് എ ലയബിലിറ്റി. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾസ് ആയിട്ടുള്ളത് ഓൺ ചെയ്യുന്നത് ലൈബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അല്ല, അത് എപ്പോഴും ഒരു അസറ്റാണ്. ക്യാഷ്, വാല്യുബിൾസ് ഓൺഡ് ബൈ എ ബിസിനസ് ഈസ് ആൻ അസറ്റാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67. The norms and guidelines framed by professional body consisting of chartered accountant are called.
എന്താണ് പറയുന്നത്? ദ നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫ്രെയിംഡ് ബൈ പ്രൊഫഷണൽ ബോഡീസ്. അപ്പം കുറേ അക്കൗണ്ട്സിൽ കുറച്ച് നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ചാർട്ടേഡ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതിന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. ആ സ്റ്റാൻഡേർഡ്സിലെല്ലാം പറയുന്നത് കുറേ നോംസും ഗൈഡ് ലൈൻസും ആണ്. നമുക്കറിയാം, നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താണ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 68. അക്കൗണ്ടിങ് എൻറ്റിറ്റി ഈസ് എ ഡാഷ്. അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെയാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 69. വിച്ച് ആർ ദ ഫോളോയിങ് പേഴ്സൺസ് ആർ എക്സ്റ്റേണൽ യൂസേഴ്സ് ടു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. താഴെ കുറച്ച് യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എക്സ്റ്റേണൽ യൂസേഴ്സിനെ കണ്ടുപിടിക്കാനാണ്. ഗവൺമെൻറ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ആൻഡ് ബാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഗവൺമെൻറ് പുറത്തുനിന്നുള്ള ഒരാളല്ലേ. ഓർഗനൈസേഷനുമായിട്ട് ഗവൺമെൻറ്റിന് ഔട്ട്സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് ഉള്ള ഒരു ബന്ധമേ ഉള്ളൂ. സോ ഗവൺമെൻറ് ഒരു ഔട്ട്സൈഡറാണ്. മാനേജ്മെൻറ്റ് ഒരു എക്സ്റ്റേണൽ യൂസർ ആണോ? അല്ല, ഇൻറ്റേർണൽ ആണ്, അത് വരില്ല. ഇൻവെസ്റ്റേഴ്സ് കമ്പനിക്ക് അകത്തുള്ളവരാണ്, എക്സ്റ്റേണൽ അല്ല, ഇൻറ്റേർണൽ ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നമ്മൾ കമ്പനീസിന് ഓണേഴ്സിനെ കിട്ടുന്നുണ്ട്. അവർ പൈസ സാമ്പത്തികമായിട്ട് നമുക്ക് തരുന്നത് കൊണ്ട് അവർ ക്രെഡിറ്റേഴ്സ്, അവർ ഔട്ട്സൈഡേഴ്സ് ആണ്. സോ ക്രെഡിറ്റർ ഈസ് ആൻ ഔട്ട്സൈഡർ. റിസർച്ചേഴ്സ് പുറത്തു നിന്നുള്ളവരാണ്. നമ്മുടെ കമ്പനിക്ക് അകത്തുള്ളവരാണ്. ചിലപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഏതെങ്കിലും ഒരു ഏജൻസിക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. സോ റിസർച്ചർ ഈസ് ആൻ ഔട്ട്സൈഡ് എക്സ്റ്റേണൽ യൂസർ. ഓണേഴ്സ്, കമ്പനിയുടെ റിയൽ ഓണേഴ്സ്, അവർ ഇൻറ്റേർണൽ യൂസേഴ്സ് ആണ്. ബാങ്ക് എന്ന് പറയുന്നതും ഔട്ട്സൈഡർ ആണ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് തരുന്ന ബാങ്ക് ആണെങ്കിൽ അത് ഔട്ട്സൈഡിൽ നിന്ന് തരുന്നതാണ് ബാങ്ക്. സോ അതൊരു എക്സ്റ്റേണൽ യൂസറാണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്ന? ബാങ്ക്, ക്രെഡിറ്റേഴ്സ്, റിസർച്ചേഴ്സ്, ഗവൺമെൻറ്, ഇൻവെസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. മാച്ച് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് ABCDF വരെയുള്ളത് 1 2 3 5 വരെയുള്ളതായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, പർച്ചേസ്, ഡ്രോയിങ്സ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്. അടുത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അക്കൗണ്ട് റിസീവബിൾ, വിഡ്രോവൽ ബൈ ഓണേഴ്സ്, അൺസോൾഡ് ഗുഡ്സ് ഫോർ സെയിൽ, നോട്ട് ഫോർ സെയിൽ, ലോങ് ടേം യൂസ്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരെണ്ണം എടുത്ത് നോക്കാം. ഫിക്സഡ് അസറ്റ്. അത് ഏതാണ് ഇവിടെ ABCയിൽ ചേരുന്നത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പം അത് എപ്പോഴും എന്താണ്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം യൂസിന് വേണ്ടി എടുക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. അപ്പം ഒന്ന് F ആണ്. അടുത്ത 2 പർച്ചേസ് നോക്കാം. പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ്? സെല് ചെയ്യാൻ വേണ്ടിയാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് സെല് ചെയ്യാൻ വേണ്ടിയാണ്. സോ 2 പറയുന്നത് D ആയിട്ട് എടുക്കാം. ഗുഡ്സ് ഫോർ സെയിൽ, പർച്ചേസ്. 3 നോക്കിയേ, ഡ്രോയിങ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ഓണറുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകളെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് വരും? B വരും. അപ്പം 3 പറയുന്ന ഡ്രോയിങ്സ്, B വിഡ്രോവൽ ഓഫ് ഓണേഴ്സ്. അടുത്ത 4 ഏതാണ്? ഡെറ്റേഴ്സ് ഏത് വരും? ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്. അപ്പം റിസീവ് ചെയ്യാനുണ്ട്. അക്കൗണ്ട് റിസീവബിൾസിനാണ് ഡെറ്റേഴ്സ് വരുന്നത്. അപ്പം ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളതാണ്. അപ്പോൾ അത് ഷോർട്ട് പീരീഡ് കൊണ്ട് തരും. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ. 4 പറയുന്നത് A ആണ്. അടുത്ത 5 സ്റ്റോക്ക് എങ്ങനെയാണ്? സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാനാണ്? സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു വിറ്റ് പോവാത്ത ഗുഡ്സുകളെയാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ അൺസോൾഡ് ഗുഡ്സ്. 5 എന്ന് പറയുന്നത് C ആണ്. അപ്പം മാച്ച് ദ ഫോളോയിങ് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71. A ഈസ് എ സ്റ്റേഷനറി മർച്ചൻറ്റർ who sold 10 bottles of blue link and 10 ton of pen to B. Identify the relation between A and B till the date is settled. What are they called? അപ്പോൾ ആ ഒരു റിലേഷനെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? A എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു സെല്ലറാണ്. B എന്ന് പറയുന്ന ആൾ എന്താണ്? പർച്ചേസറാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. A ഈസ് എ സ്റ്റേഷനറി ഓണറാണ്. അയാൾ 10 ടൺ ബോട്ടിൽ ബ്ലൂ ലിങ്കും ബ്ലൂ മഷി ലിങ്കും ആൻഡ് പെന്നും 10 ടൺ പെന്നും ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അപ്പം B പർച്ചേസ് ചെയ്യാണ്. എയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ A ഈസ് ദ സെല്ലർ ആൻഡ് B ഈസ് ദ പർച്ചേസർ ആൻഡ് ദ റിലേഷൻ ഈസ് A ഈസ് ദ ക്രെഡിറ്റർ. A എന്ന് പറയുന്ന ആൾ ക്രെഡിറ്റർ ആണ്. B എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്ത ആളാണ്. സോ പർച്ചേസർ ഈസ് ഡെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. All transactions are events, but all events are not transactions.
സ്റ്റേറ്റ്മെൻ്റ് ഒരു കൺഫ്യൂസിങ് ആണ്. ഓൾ ട്രാൻസാക്ഷൻ ആർ ഈവൻസ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷനും ഒരു ഈവൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നതും ഒരു റെൻറ്റ് കൊടുക്കുന്നതും സാലറി കൊടുക്കുന്നതൊക്കെ ഓരോ ട്രാൻസാക്ഷൻ, അത് ഓരോ ഈവൻറ്റുകളാണ്. ബട്ട് ഓൾ ഈവൻസ് ആർ നോട്ട് എ ട്രാൻസാക്ഷൻ. ഒരു എല്ലാ ഈവൻറ്റും ട്രാൻസാക്ഷൻ ആവണമെന്നില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ ഒരുപാട് ഈവൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. ഒരു എംപ്ലോയി റിട്ടയർഡായി പോകുന്നുണ്ട്, പകരം നമ്മൾ പുതിയ എംപ്ലോയി അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഈവൻറ്റ്സുകളും അവിടെ നടക്കുന്നുണ്ട്. അപ്പം റോബറി നടക്കുന്നുണ്ട്, തെഫ്റ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈവൻറ്റ്സ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? ബട്ട് ഓൾ ഈവൻറ്റ്സ് ആർ നോട്ട് ട്രാൻസാക്ഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. കാരണം ട്രാൻസാക്ഷൻസ് ഒക്കെ ഈവൻറ്റ്സ് ആവാം, പക്ഷേ ഈവൻറ്റ്സ് എല്ലാം എന്താവണമെന്നില്ല, ട്രാൻസാക്ഷൻ ആവണമെന്നില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുക എന്ന് പറഞ്ഞാൽ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആർ ഈവൻറ്റ്സ്. For an event to become transaction, it should be capable of expressing in terms of money. കണ്ടോ, എല്ലാ ട്രാൻസാക്ഷനും എന്താണ്? മണി വാല്യൂവിൽ നമുക്ക് പറയാൻ പറ്റണം. ഓൾ ഈവൻറ്റ്സ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, സച്ച് എസ് സെലക്ഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി, ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി, പ്രൊമോഷൻ ഓഫ് ആൻ എംപ്ലോയി എക്സെട്ര ആർ ഈവൻ ബട്ട് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ദെയർഫോർ ദ ഈവൻറ്റ്സ് ആർ നോട്ട് ട്രാൻസാക്ഷൻ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, മണി വാല്യൂവിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ട്രാൻസാക്ഷൻ, ആ ഒരു ഈവൻറ്റ് നടക്കുന്നതിനെ ട്രാൻസാക്ഷൻ എന്ന് പറയാം. പക്ഷേ അല്ലാത്ത കുറേ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ടല്ലോ. സെലക്ഷൻ ഓഫ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഒരു എംപ്ലോയിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്, അതൊന്നും എന്തല്ല, ഒരു മണി വാല്യൂവിൽ പറയുന്നതല്ലാത്തത് കൊണ്ട്. പക്ഷേ അതൊരു ഈവൻറ്റുമാണ്. ആ ഈവൻറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? ട്രാൻസാക്ഷനായി പറയാൻ പറ്റത്തില്ല. സോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്. താങ്ക് യു.